ആലുവയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ അഷ്റഫ് എന്നൊരു കച്ചവടക്കാരൻ്റെ 40,000 രൂപ റോഡിൽ ചെതറി വീണു. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. നാട്ടുകാർ അത് പെറുക്കിക്കൊണ്ടുപോയതുമായ ഒരു വാർത്ത ഈ നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ വലിയ തോതിൽ തുണച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഈ കാര്യത്തിൽ. അഷ്റഫിന് 30,500 രൂപയും തിരികെ ലഭിച്ചു. നാട്ടുകാർ പെറുക്കിക്കൊണ്ടുപോയതാണ്. ആ പണം ഇത്രയും തിരികെ കിട്ടി. സത്യസന്ധരായ ജനതയിലുള്ള എൻ്റെ വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്ന സംഭവമാണ് ആലുവയിൽ ഉണ്ടായത്. കളഞ്ഞു കിട്ടുന്ന പണമോ വസ്തുക്കളോ ഉടൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്, ചുമതലയാണ്. ഈ ഹ്രസ്വമായ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും മൂല്യം സത്യസന്ധതയ്ക്കാണ്. സത്യസന്ധരായ ആളുകൾക്ക് മാത്രമേ വലിയ സങ്കടമില്ലാതെ ജീവിച്ചു പോകാൻ കഴിയൂ. അഷ്റഫിൻ്റെ ബാക്കി പണം കൈവശം വെച്ചിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അതുകൂടി അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്താൽ അതൊരു മാതൃകയായിരിക്കും. ഓരോ മനുഷ്യനും സ്വയം സത്യസന്ധരായാൽ സമൂഹം നന്നാകും എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. പുതിയ തലമുറയ്ക്ക് നല്ല വഴികാട്ടും ഈ സംഭവം. ആലുവയിലെ നല്ലവരായ ജനങ്ങളുടെ നന്ദി, സ്നേഹം, വാത്സല്യം, കടപ്പാട് എല്ലാം രേഖപ്പെടുന്നു. ആ ബാക്കി തുക കൂടി നിങ്ങൾ തിരിച്ചേൽപ്പിച്ചാൽ അത് തീർച്ചയായിട്ടും ഒരു ആലുവ മോഡൽ എന്ന് അറിയപ്പെടും. അത് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആ ഒരു നല്ല ചിന്തയോടെ മറ്റവൻ്റെ പണം, അയൽവാസിയുടെ പണം നമുക്ക് ആവശ്യമില്ല. മോഷണവും കള്ളവും കൊണ്ട്, ചതിയും കൊണ്ട് പണം അപകരിച്ചെടുക്കുന്നത് നീണ്ടു നിൽക്കില്ല എന്നൊരു തിരിച്ചറിവോടെ നമുക്ക് മോർണിംഗ് ഷോ തുടരാം.